ഗുഡ് മോർണിംഗ് യൂട്യൂബ്. ഇന്നത്തെ ഡെയിലി വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ട്രെയിനിങ് സെഷനാണ് ചെയ്യുന്നത്. ഇന്നത്തെ ട്രെയിനിങ് നമ്മൾ ഡാമേജ് റിസോൾവ് കണ്ടിന്യൂ ചെയ്യുവാണ്. ആദ്യം ഞാൻ 2 ട്രെയിനിങ് ചെയ്തിരുന്നു. ആ 2 ട്രെയിനിങ്ങും ഈ ട്രെയിനിങ്ങോട് കൂടി 3 ട്രെയിനിങ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ, അല്ലെങ്കിൽ ഇത് കണ്ടാൽ, പഠിച്ചാൽ, പ്രാക്ടീസ് ചെയ്താൽ പ്രോപ്പറായിട്ട് നിങ്ങളൊരു എഡിറ്ററായി എന്ന് വേണേൽ പറയാം. ഇത് കറക്റ്റായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്താൽ ഇതാണ് ബേസിക് ആയിട്ട് 3 കാര്യങ്ങളേ ഉള്ളൂ, 3 ക്ലാസ്സുകളേ ഉള്ളൂ, 3 വീഡിയോസേ ഉള്ളൂ. അത് നിങ്ങൾ കാണുക, പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു എഡിറ്ററായി എന്ന് തന്നെ വേണേൽ പറയാം. അവിടെ നിന്നാണ് നമ്മൾ ഈ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഭവമാണ്. ഈ ഫൗണ്ടേഷനിൽ നിന്നാണ് നമ്മൾ ബാക്കിയെല്ലാം ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ. ഓക്കെ, നമുക്ക് അതിനായി ആദ്യം ഡാവിഞ്ചി റിസോൾവ് ഓപ്പൺ ചെയ്യാം. ഡാവിഞ്ചി റിസോൾവ് 20 ആണ് എൻ്റെ കിടക്കുന്നത്. അപ്പോൾ 20 ആണെന്ന് പറഞ്ഞ് നിങ്ങളുടെ വേറൊരു വേർഷനാണെന്ന് വെച്ചാൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. 20 ആണെങ്കിലും അല്ല ലേറ്റസ്റ്റ് വേർഷൻ ആണെങ്കിലും അല്ലെ പഴയ വേർഷൻ ആണെങ്കിലും ഡസൻ മാറ്റർ. ഇപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ് കാര്യങ്ങളാണ് പറയുന്നത്. അതെല്ലാത്തിലൊന്നും തന്നെയായിരിക്കും. അപ്പോൾ ഓപ്പൺ ആയി വരുമ്പോൾ ഇതുപോലൊരു കൺസോളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ കൺസോളിൽ ആദ്യമായി നമ്മൾ ഒരു അൺടൈറ്റിൽഡ് പ്രോജക്റ്റ് എടുക്കുക, അല്ലെങ്കിൽ ഒരു ന്യൂ പ്രോജക്റ്റ് എടുക്കുക. അപ്പോൾ ഈ ന്യൂ പ്രോജക്റ്റ് എടുത്തിട്ട് ഇന്നത്തെ ട്രെയിനിങ് ഡേ 3 എന്ന് കൊടുക്കുക, ക്രിയേറ്റ് ചെയ്യുക. ഉടനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു വിൻഡോ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ പോകുന്നത് ബിന്നുകളെ പറ്റിയാണ്. ബിന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫയലിൻ്റെ ഫോൾഡേഴ്സ് ഉണ്ടല്ലോ. ഈ ഫോൾഡറുകളുടെ ഈ ഡിസൈനിങ് ഫീൽഡിലുള്ള പേരാണ് ബിന്നുകൾ. അഡോബിൻ്റെ പ്രീമിയർ പ്രോയിലാണെങ്കിലും ഈ പറയുന്ന ഡാവിഞ്ചി റിസോൾവിലാണെങ്കിലും ഇതിനെല്ലാം ബിൻ എന്ന് തന്നെയുള്ള പേരാണ് ഉപയോഗിക്കുന്നത്. മറ്റുള്ള സോഫ്റ്റ്വെയറുകളിൽ ഞാൻ ഒത്തിരി ട്രൈ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ അകത്തെ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. പക്ഷേ 2 ബിന്നുകളെന്നാണ്. എന്തിനാണ് ബിന്നുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോപ്പറായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇത് ഫയലുകളെല്ലാം പ്ലേസ് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു വലിയ പ്ലെയിൻ വന്നു കഴിയുമ്പോഴത്തേന് നമുക്കൊരു 2000 ഫയൽ വന്നെങ്കിൽ അതിൽ നിന്നൊരു ഫയൽ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് തുടക്കത്തിൽ നിന്ന് തന്നെ ചെയ്ത് പോയില്ലെങ്കിൽ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് കട്ട് ചെയ്തിടണം, ആ ഫയൽ എവിടെ ആയിരിക്കും എന്ന് ചിന്തിച്ച് നമ്മൾ ആ ക്ലിപ്പ് കണ്ടിട്ടുണ്ട്, പക്ഷേ ആ ക്ലിപ്പ് എവിടെ ഒന്ന് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ആദ്യമേ തന്നെ ചെയ്യണം. ഞാൻ കുറച്ച് കഴിഞ്ഞ് ചെയ്തോളാം എന്ന് വിചാരിക്കരുത്. കാരണം അപ്പോൾ ഇതിൻ്റെ ലിങ്കുകളും കാര്യങ്ങളും ഒക്കെ പിന്നെയും സെറ്റ് ചെയ്യേണ്ടി ലൊക്കേറ്റ് ചെയ്തൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആദ്യമേ തന്നെ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തോണം. അപ്പോൾ ബിന്നുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഇന്ന് 3 ബിന്നുകളാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഒന്നെന്ന് പറയുന്നത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ ന്യൂ ബിൻ എന്നുള്ള ഓപ്ഷൻ വരും. ഈ ന്യൂ ബിന്നെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ബിന്ന് വരും. നമുക്ക് ബിന്നുകൾക്ക് പേര് കൊടുക്കാം. പേര് കൊടുക്കുന്നത് ഫസ്റ്റ് ഞാൻ സാമ്പിൾസ് എന്ന് കൊടുക്കുകയാണ്. സെക്കൻഡ് വണ്ണ് ഒരു ബിന്നോട് ക്രിയേറ്റ് ചെയ്യാണ്, ന്യൂ ബിൻ. അതിന് മ്യൂസിക് എന്ന് കൊടുക്കാം. തേർഡ് വണ്ണ് ഞാനൊരു ബിന്ന് ക്രിയേറ്റ് ചെയ്യാണ്, അതിൻ്റെ പേര് ഫില്ലേഴ്സ് എന്ന് കൊടുക്കാം. ഓക്കെ, ഈ സാമ്പിൾസിലേക്ക് നമ്മൾ സാമ്പിൾസ് അതിലേക്ക് നമുക്ക് മെയിനായിട്ടുള്ള ഫയൽസ് നമുക്ക് ആഡ് ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്? റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ഇമ്പോർട്ട് മീഡിയ എടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ Ctrl+I ഇത് പ്രസ് ചെയ്താൽ മതി. റൈറ്റ് ക്ലിക്ക് ഇമ്പോർട്ട് മീഡിയ എടുത്ത് കഴിയുമ്പം നേരത്തെ ചെയ്ത സാമ്പിൾസ് ഇവിടെ കിടപ്പുണ്ട്. അതെവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്ത് പോവുക. എന്നിട്ട് അത് മുഴുവനായിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുക്കുക. ഇത് ഫ്രെയിം റേറ്റ് മാറ്റണമെന്ന് ചോദിക്കുന്നുണ്ട്. കാരണം കുറഞ്ഞ ഫ്രെയിം റേറ്റാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് അത് മാറ്റണമെന്ന് ചോദിക്കുന്നത്. പക്ഷേ അത് മാറ്റണ്ടെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡസൻ മാറ്റർ. അങ്ങനെ ഇനി നമ്മൾ ഇവിടെ ഈ എഡിറ്റ് കൺസോളിലേക്കാണ് വരേണ്ടത്. ഈ എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലെത്തണം. ഇവിടെ ഈ എഡിറ്റിൽ വന്നിട്ട് ക്ലിക്ക് ചെയ്താൽ ഈ സാധനങ്ങളെല്ലാം ഇവിടെ കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, നമ്മുടെ ഈ ഫയലുകളെല്ലാം ഇവിടെ കിടക്കുന്ന കാണാൻ പറ്റും. ഇനി നമ്മൾ ആ ബിന്നിൽ നിന്ന് എങ്ങനെ ഇതിലേക്ക് ആഡ് ചെയ്യണം എന്ന് പഠിക്കാം. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഇൻ ആൻഡ് ഔട്ട് മെത്തേഡ് എന്ന് പറയും. അതായത് നമുക്ക് ഈ ഫുള്ള് ഫയല് നമുക്ക് ഇതിൻ്റെ അകത്ത് വേണ്ടാന്ന് വിചാരിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനൊരു റേസ് കാറിൻ്റെ ഒരു ഷൂട്ട് എടുക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ റേസ് ട്രാക്കിൽ നിന്ന് ഇങ്ങനെ കാറുകൾ വന്നുകൊണ്ടിരിക്കുന്നു, ഞാനിവിടെ ഇരുന്ന് വീഡിയോ എടുക്കുന്നു. അപ്പോൾ ഫസ്റ്റ് എൻ്റെ സീൻ എന്ന് പറയുന്നത് ഈ പറയുന്ന കാറുകൾ വരുന്നതാണെന്ന് വിചാരിക്കാം. സെക്കൻഡ് ഞാനിങ്ങനെ തിരിഞ്ഞു വരുമ്പം ആൾക്കാർ ഇരിപ്പുണ്ടല്ലോ, ചിയർ ചെയ്യുന്ന ആൾക്കാർ ഇരിപ്പുണ്ട്, അവരുടെയാണ് സെക്കൻഡ് സീൻ എന്ന് വിചാരിക്കുക. തേർഡ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ക്ലോസപ്പ്, ഒരു കുട്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുന്ന ഒരു കുട്ടിയുടെ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനകത്ത് 3 സീൻ വന്നു.
പക്ഷേ സെയിം ഇമോഷനാണ്. അപ്പോൾ അങ്ങനെ ഉള്ളത് ഞാൻ ഒറ്റ ഇതിൽ തന്നെ ഇടാതെ ഞാൻ പല ഭാഗങ്ങളിലായിട്ട് ഇടുകയെന്ന് വിചാരിക്കുക. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യുമ്പം റേസിങ്ങിൻ്റെ ഒരു സ്പീഡ് കാണിക്കാനൊക്കെ റേസിങ്ങിൻ്റെ ഭാഗം ഇടുക, പിന്നെ ആ കുട്ടിയുടെ എക്സൈറ്റ്മെൻറ്റിൻ്റെ ഭാഗം കാണിക്കാൻ അതിടുക. അപ്പോൾ ഈ നടുക്കത്തെ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞല്ലേ പറ്റുള്ളൂ. അതെങ്ങനെയാണെന്നാണ് ഇനി കാണിച്ചു തരുന്നത്. സോ അതിന് സിമ്പിളായിട്ടൊരു പരിപാടിയുണ്ട്, ഇൻ ആൻഡ് ഔട്ട് മെത്തേഡ് എന്ന് പറയും. അപ്പോൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഒരു ഇത് ക്ലിക്ക് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് അത് നമുക്കിവിടെ പ്ലേ ചെയ്യാൻ പറ്റും. ഇതിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇതാണ് അതിൻ്റെ സ്ലൈഡർ. ഈ സ്ലൈഡറെ നമുക്കത് പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടം തൊട്ടാണ് വേണ്ടെന്ന് വിചാരിക്കാം. ആ ഭാഗത്ത് ഈ സ്ലൈഡർ കൊണ്ട് വെച്ചിട്ട് ഐ എന്നുള്ള ഇത് പ്രസ് ചെയ്യുക. ഐ എന്ന് പറയുന്നത് ഇന്നിൻ്റെ ഫസ്റ്റ് ലെറ്ററാണ് ഐ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ ഇത്രയും ഭാഗം എന്താ പറയുക ഇതായി ഒരുമാതിരി കാണാൻ മേലാത്ത പോലെ ഇൻവിസിബിളായി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടം തൊട്ടേ ഇനി അത് പ്ലേ ആകുന്നുള്ളൂ. ഓക്കെ, ഇനി ചെയ്യാൻ പോകുന്നത് ഇന്ന് കിട്ടി. ഇന്നെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കട്ട് എവിടെയാണോ അവിടെയാണ് ഇന്ന് കൊടുക്കേണ്ടത്. ഇനി നമ്മൾക്ക് കുറച്ചിങ്ങോട്ട് പ്ലേ ആയിട്ട് ഇങ്ങോട്ട് വന്ന് ഓക്കെ ഈ ഫ്രെയിം വരെ മതി. ഓക്കെ, അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ കൊടുക്കുന്ന ഔട്ടിൻ്റെ ഓയാണ്. ഓ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടവും അങ്ങനെ തന്നെ ഇപ്പുറത്ത് വന്ന പോലെ തന്നെ ആയതുണ്ട്. ഇത് കണ്ടോ ഈ സംഭവം മാറി ഇവിടെ ഉള്ള ട്രാൻസ്പെറൻ്റ് ആയി, ഇവിടെ ഉള്ള ഒപ്പൈക്കായി. ഓക്കെ, സോ അപ്പോൾ ഇൻ ആൻഡ് ഔട്ട് ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി എങ്ങനെ ഇൻ ആൻഡ് ഔട്ടിനെ ഇതിലേക്ക് ഡ്രോപ്പ് ചെയ്യും? അത് ഒറ്റ പരിപാടിയുള്ളൂ. നേരെ ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക, ഇത്രേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ ഇതിനകത്ത് എവിടെ തൊട്ടാണ് പ്ലേ ആകാൻ പോകുന്നത്? കണ്ടോ ഇതിനകത്ത് ഇത്രേ പ്ലേ ആകത്തുള്ളൂ. കണ്ടോ കൃത്യം നമ്മൾ ആ ഇൻ ആൻഡ് ഔട്ട് കൊടുത്ത ഭാഗം മാത്രമേ പ്ലേ ആവുന്നുള്ളൂ. പക്ഷേ നമുക്ക് കുറച്ച് ഭാഗം കൂടെ അങ്ങോട്ട് വേണമെന്ന് വിചാരിക്കുക. അവിടെ തന്നെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാൻ പറ്റും. കണ്ടോ ഡ്രാഗ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം, അതിൻ്റെ എൻഡ് വരെയും കൂട്ടാം. അപ്പോൾ അങ്ങനെയുള്ള കട്ടിങ്ങുകൾ ചെയ്യുന്നതാണ് ഇൻ ആൻഡ് ഔട്ട്. അപ്പോൾ ഇന്ന് പഠിച്ചത് ബിന്ന് ക്രിയേഷൻ, ഇൻ ആൻഡ് ഔട്ട് ക്രിയേഷൻ. ഓക്കെ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ട്രാക്കുകളെ പറ്റിയാണ്. കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ട്രാക്ക് ഞാൻ വേറൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. സിമ്പിളായിട്ട് ട്രാക്കുകളെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കും. ഒന്നാമത്തെ കാര്യം, ഓക്കെ, ഈ ട്രാക്കുകൾ എന്ന് പറയുന്നത് ഒരു ഒപ്പൈക്കായിട്ടുള്ള ഇതാണ്. ഒപ്പൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പാസ് ചെയ്ത് വേറൊന്നും പോവില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ട്രാക്ക് ഇട്ടിട്ടുണ്ട്. ഈ ട്രാക്കിൻ്റെ മുകളിൽ ഞാൻ വേറൊരു ട്രാക്ക് ഇടുക എന്ന് വിചാരിക്കുക. ഈ ട്രാക്കിലൂടെ ഇതിൻ്റെ മുകളിലോട്ട് കൊണ്ട് ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് പ്ലേ ആകുമ്പോഴത്തേന് ഏത് ട്രാക്കാണ് കാണുന്നത്? ഫസ്റ്റ് കാണാൻ പോകുന്ന പ്ലേ കാണുന്ന ട്രാക്ക് എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ കിടക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഇതിന് മുകളിൽ വേറൊരു ട്രാക്ക് ഇടാം. അപ്പോൾ ഇതെടുത്തിട്ട് ഇതിന് മുകളിൽ ഇടുക എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് പ്ലേ ആകുന്ന ഏതാണ്? ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന ട്രാക്കാണ് പ്ലേ ആകുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ട്രാക്ക് എന്ന് പറഞ്ഞാൽ ഒപ്പൈക്കായിട്ടുള്ള ഓപ്ഷനാണ്. ഓക്കെ, അതായത് അത് വീഡിയോ ട്രാക്ക് എന്ന് പറയുന്നത് ഒപ്പൈക്കാണ്. ഏറ്റവും ടോപ്പിൽ കിടക്കുന്നത് മാത്രമേ പ്ലേ ആകത്തുള്ളൂ, അതിന് താഴോട്ടുള്ളത് പ്ലേ ആകത്തില്ല. പക്ഷേ ആൾക്കാർ താഴോട്ട് കീപ്പ് ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇതിൻ്റെ എവിടുന്നെങ്കിലും കട്ട് ചെയ്തൊക്കെ ഇടണമെങ്കിലോ അങ്ങനെ ഓരോ എഡിറ്ററുടെ ഓരോ രീതികളാണ്. പക്ഷേ എപ്പോഴും ഒറ്റ ലൈനിൽ തന്നെ വരുന്ന ഇത് ചെയ്യുകയാണ് എളുപ്പം. നമുക്ക് കണ്ടുപിടിക്കാൻ സ്റ്റാർട്ടേഴ്സ് എന്നുള്ള രീതിയിൽ കണ്ടുപിടിക്കാൻ എളുപ്പം ഒറ്റ ഇടയിൽ തന്നെ ചെയ്യുന്നതാണ്. ഓക്കെ, ഈ ട്രാക്കുകളിൽ ഞാനിവിടെ എനിക്ക് ആദ്യത്തെ ഇതിൻ്റെ അകത്ത് കുറച്ച് വരണം, രണ്ടാമത് ഇവിടുന്ന് കട്ടായിട്ട് കുറച്ച് ഈ സെക്കൻഡ് ട്രാക്കിലേ വരണം, ഈ എൻഡ് വരുമ്പോഴത്തേന് തേർഡ് ട്രാക്കിലേ കുറച്ച് വരണം എന്ന് വിചാരിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ഇത് ഓൾറെഡി കട്ട് ചെയ്തിട്ടതാണ്, അതിന് വേണ്ട ലെങ്ത് നമ്മൾ ഇടുക. സെക്കൻഡ് ഇത് ഡ്രാഗ് ചെയ്ത് നമ്മൾ ഇവിടെ വെക്കുക, എന്നിട്ട് അത് ഇങ്ങനെ വെക്കുക. ഓക്കെ, തേർഡ് നമ്മൾ ഇവിടെ നിന്ന് എടുക്കുക, ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇതെങ്ങനെ ആയിരിക്കും പ്ലേ ആകാൻ പോകുന്നത്? നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഇത് വലുതാക്കാം. അപ്പോൾ അത് പ്ലേ ആകാൻ പോകുന്നത് ആദ്യം ആളോടുന്നത് വരും, സെക്കൻഡ് ഇത് വരും, തേർഡ് ഇത് വരും. അങ്ങനെയാണ് സീൻ ഡിവൈഡ് ചെയ്ത് ഇത് കട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച 3 കാര്യങ്ങൾ ഇതൊക്കെയാണ്. ബിന്ന് പഠിച്ചു, ട്രാക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിച്ചു, പിന്നെ ഇൻ ആൻഡ് ഔട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഈ 3 കാര്യങ്ങളെന്ന് പഠിച്ചു. ഇനി അടുത്ത ഒരെണ്ണം പഠിപ്പിക്കാൻ പോകുന്നത് സ്പീഡ് റാമ്പാണ്. സ്പീഡ് എന്ന് പറയുന്ന പരിപാടിയാണ്. അതായത് ഈ കുട്ടി ഇപ്പം നടക്കുന്നത് ഒരു വളരെ സ്ലോ മോഷനിലാണ് നടക്കുന്നത്. വളരെ സ്ലോ മോഷനിലാണ്. നമുക്ക് ഇതിൻ്റെ സ്ലോ മോഷൻ റേറ്റ് ഇച്ചിരൂടെ ഒന്ന് കൂട്ടണം. ഇപ്പോൾ എന്നാ ചെയ്യേണ്ടേ? ചേഞ്ച് ക്ലിപ്പ് സ്പീഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ചേഞ്ച് ക്ലിപ്പ് സ്പീഡ് എന്ന് സെലക്ട് ചെയ്യുമ്പം ഇങ്ങനൊരു സാധനമാണ് വരുന്നത്. കണ്ടോ, ഇതിങ്ങനെയാണ് വരുന്നത്. അതിനകത്ത് സ്പീഡ് 100%, ഫ്രെയിം പെർ സെക്കൻഡ് 24, ഡ്യൂറേഷൻ ഇത്രയെന്നും പറഞ്ഞു വരുന്നത്.
ഓക്കെ. സോ നമ്മൾ ഈ സ്പീഡ് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഒന്നുകിൽ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറഞ്ഞു വരും, അല്ലെങ്കിൽ നമ്മളൊരു എമൗണ്ട് കൊടുത്താൽ മതി. പക്ഷേ 50% എന്നൊക്കെയുള്ള എമൗണ്ടുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ എമൗണ്ടുകൾ ഇത് 50% കൊടുക്കുമ്പം ഇതിൻ്റെ സ്പീഡ് എങ്ങനെ മാറുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. വേണ്ട, വെരി സ്ലോ ആയി. ഓക്കെ, ഇതിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ഒരു കട്ടിടാം. അപ്പോൾ ആ കട്ടിൻ്റെ അവിടെ വെച്ച് നിങ്ങൾക്ക് അതിൻ്റെ സ്പീഡിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ ഇവിടെ വന്നു, റൈറ്റ് ക്ലിക്ക് ഇതെടുത്തു, ഇവിടുന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തു, ചേഞ്ച് ക്ലിപ്പ് സ്പീഡ് എന്നുള്ളത് എടുത്തു, ഇവിടെ 50% ആക്കി ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇവിടെ വരെ വരുമ്പോൾ കുട്ടിയുടെ സ്പീഡ് മാറുന്നത് ശ്രദ്ധിച്ചോണം. കണ്ട, അങ്ങനെയാണ് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചത് 4 കാര്യങ്ങളാണിന്ന്. ബിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു, ട്രാക്കുകൾ എന്താണെന്ന് പഠിച്ചു, അടുത്തത് സ്പീഡ് റാമ്പ് എന്താണെന്ന് പഠിച്ചു. ഇപ്പോൾ പഠിച്ചാണ് സ്പീഡ് റാമ്പ്. പിന്നെ ഇൻ ആൻഡ് ഔട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് പഠിച്ചു. ഇനി മ്യൂസിക്കിൻ്റെ ട്രാക്കിനെ പറ്റിയും കൂടെ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. മ്യൂസിക്കിൻ്റെ ട്രാക്ക് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് പോലെയാണ്. അതായത് എത്ര ട്രാൻസ്പെറൻറ്റ് ഷീറ്റുകളുടെ മുകളിൽ ഒരു ലൈറ്റ് നമ്മൾ അടിച്ചാലോ ആ ലൈറ്റ് നമുക്ക് താഴെ കാണാവുന്നത് പോലെ ഈ മ്യൂസിക് ട്രാക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ ട്രാക്ക് നമ്മൾ പ്ലേസ് ചെയ്യുമ്പോഴത്തേന് അത് സ്ലൈഡർ ഓടുമ്പം അതിലുള്ള മ്യൂസിക് മുഴുവൻ പ്ലേ ആവും. മുകളിലത്തെ മ്യൂസിക് അല്ല, ഓൾ മ്യൂസിക് പ്ലേ ആവും. അതാണ് അതിൻ്റെ അകത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മ്യൂസിക് ഒരു ട്രാൻസ്പെറൻ്റ് ആണ്, വീഡിയോ ട്രാക്ക് എന്ന് പറയുന്നത് ഒപ്പൈക്കാണ് എന്ന് വിചാരിക്കുക. ഈ 2 കാര്യങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ ഇതിൻ്റെ കണ്ടിന്യൂസ് വീഡിയോ വരുന്നുണ്ട്. ഇതിന് ശേഷം നമ്മൾ പ്രീമിയർ പ്രോയും ചെയ്യുന്നുണ്ട്. അപ്പം പ്രീമിയർ പ്രോ ആണ് ഞാൻ കുറച്ചുകൂടെ എനിക്കറിയാവുന്ന, ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, പഠിച്ചതുമായിട്ടുള്ള പ്രീമിയർ പ്രോ ആണ്. അതുകൊണ്ട് അത് ഇച്ചിലൂടെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. ഇതും കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതായിട്ട് അറിയാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ എഡിറ്റ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ രണ്ടിനും വ്യത്യാസം എന്നാന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. ഇതിൻ്റെ കളേഴ്സ് ഇച്ചിലൂടെ റിച്ചാണ്. ഇതിൻ്റെ കളർ കറക്ഷനും എന്താ പറയുക ഗ്രേഡിങ്ങും ഒക്കെ വെരി വെരി നൈസാണ്. അത് കറക്റ്റായിട്ട് നമുക്ക് വളരെ പോയിൻ്റായിട്ട് പിൻ പോയിൻ്റായിട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ ഞാൻ തുടരെയുള്ള മുമ്പോട്ടുള്ള ക്ലാസ്സുകളിൽ പഠിപ്പിച്ചു വരാം. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ സന്തോഷമായിരിക്കുക, ആരോഗ്യമായിരിക്കുക. വിൽ സീ യു ഓൺ ദ നെക്സ്റ്റ് വൺ.